നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്രൊഫൈൽ ഫോട്ടോ. അതായത് പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിൽ ഇടുന്ന ഫോട്ടോയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളൊരു പ്രൊഫൈൽ ഫോട്ടോ നമ്മുടെ വാട്സപ്പിൽ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രോപ്പ് ചെയ്യേണ്ടി വരും. ക്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഭാഗം നമുക്ക് ചിലപ്പോൾ ക്രോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ക്രോപ്പ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് അത് പോകും. പിന്നെ നമ്മൾ ഒന്നേന്ന് ക്രോപ്പ് ചെയ്യേണ്ടി വരും. എന്നാൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ഈ പ്രശ്നം നമ്മളെ എല്ലാവരെയും അകറ്റുന്ന ഒന്നായിരിക്കും. ഈ വാട്സപ്പിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നം, അതായത് ഈ വാട്സപ്പ് നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ ക്രോപ്പ് ഏത് പ്രൊഫൈൽ ഫോട്ടോ ഇട്ട് കൊടുത്താലും അത് തന്നെയാണ് അവസ്ഥ. ക്രോപ്പ് ചെയ്തിട്ട് വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോയിലേക്ക് നമുക്ക് അത് പ്രൊഫൈൽ ഫോട്ടോ ആക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് അങ്ങനെയില്ല. നിങ്ങൾ ഏത് ഫാമിലി ഫോട്ടോ ആയാലും നിങ്ങളെ സ്വന്തമായിട്ടുള്ള ഫോട്ടോ ആയാലും വാട്സപ്പിൽ ഇങ്ങനെ ക്രോപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഫാമിലി ഫോട്ടോ ആയാലും നമ്മളെ ഫോട്ടോ ആയാലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സെൻഡ് ചെയ്ത് പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് ഇടാൻ പറ്റുന്നതാണ്. അതെങ്ങനെയെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് മുമ്പ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ആൻഡ് MK ജോയ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. സാധാരണഗതിയിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ പ്രൊഫൈലിലേക്ക് പോവുകയാണ്. ഇവിടെ എഡിറ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഗാലറി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ഒന്ന് എടുക്കുകയാണ്. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരും. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു ഫോട്ടോ വാട്സപ്പിൽ ഇടണമെങ്കിൽ അത് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ ക്രോപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരു ഫോട്ടോ ഫുൾ സൈസിൽ വാട്സപ്പിൽ പ്രൊഫൈൽ ഫോട്ടോ വയ്ക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അതിനായിട്ട് ഒരു ചെറിയ ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഈ യൂട്യൂബിൽ ഈ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. 2 ചാനലിൽ കണ്ടാലും ആ ലിങ്ക് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമായി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്നത്. ഇതിൽ അത് മാത്രമല്ല ചെയ്യാനുള്ളത്, നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഭാഗം ഡോണ്ട് അലോ കൊടുത്താലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്തിനാ, വെറുതെ നമ്മൾ ഡോണ്ട് അലോ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഗാലറി ക്യാമറ സെറ്റിങ്സ് എന്ന കുറച്ച് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോയാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഗാലറി എന്ന ഭാഗം സെലക്ട് ചെയ്യും. ഗാലറി എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എടുത്ത ഫോട്ടോ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അത് തന്നെ ഞാൻ എടുക്കുകയാണ്. ശേഷം ഇവിടെ അപ്സെറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ 1:1 എന്ന ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ബാക്ക് പോവുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. മനസ്സിലാകാത്തവർക്ക് പറഞ്ഞു തന്നതാണ്. വേറെ ഒരു റേഷ്യോയിലും കൊടുക്കരുത്. ഇതിൽ കൊടുത്താലേ കറക്റ്റ് ആ ഇമേജ് സൈസിൽ വരത്തുള്ളൂ. 1:1 എന്ന ആദ്യത്തെ റേഷ്യോയിൽ നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് മാറ്റിക്കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ്. ഇവിടെ ഡൗൺലോഡിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് അതേ വാട്സപ്പിൽ തന്നെ പോവാം. ഈ ഫോട്ടോയാണ് നമുക്ക്
ക്രോപ്പ് ചെയ്യാതെ പ്രൊഫൈൽ ഫോട്ടോ ആക്കി ഇടാൻ സാധിക്കാതിരുന്നത്. ഇനി നമുക്ക് അത് പറ്റുന്നുണ്ടോ നോക്കാം. ഞാൻ വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഭാഗത്തിൽ തന്നെ പോയിട്ടുണ്ട്. ശേഷം എഡിറ്റ് എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ശേഷം ഗാലറി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. നമ്മളെ ഈ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എല്ലാ ഇതും നമുക്ക് ക്രോപ്പ് ചെയ്യാതെ തന്നെ നമ്മളെ ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ കിട്ടുന്നുണ്ട്. ഇവിടെ റൺ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റ് ആവുന്നതാണ്. ആ പ്രൊഫൈൽ ഫോട്ടോ അവിടെ സെറ്റ് ആവുന്നതുമാണ്. ഞാൻ പറഞ്ഞ റേഷ്യോ തന്നെ നിങ്ങൾ കൊടുക്കണം. വേറെ ഒരു റേഷ്യോയിലും കൊടുക്കരുത്. ഒരു പ്രാവശ്യം കൊടുത്തതിന് ശേഷം ബാക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളെ വാട്സപ്പിൻ്റെ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യാതെ എങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്, എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന്. ഇതിപ്പോൾ ഒറ്റയ്ക്കുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഫാമിലി ഫോട്ടോയെ നിങ്ങൾക്ക് ഇതുപോലെ ക്രോപ്പ് ചെയ്യാതെ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്രോപ്പ് ചെയ്യാതെ ഫുൾ സൈസ് ഫോട്ടോ ആയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് നോക്കും, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീറ്റ വെർഷനാണ് നമ്മളെ ടോപ്പിക്ക്. പക്ഷേ വീറ്റ വെർഷൻ കഴിഞ്ഞിട്ടില്ല. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വാട്സപ്പിലൊരു ഫോട്ടോ ക്രോപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടി സഹായിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് കമൻറ്റ് ബോക്സിൽ മുകളിൽ ആപ്പ് ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ നാളെ കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളെ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.